പടം ഇവിടം കൊണ്ട് തീരട്ടെ എന്നാണ് എൻ്റെ ആശംസ. സുസ്മിതയെ കൊണ്ട് ഇനി നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാകാതിരിക്കട്ടെ. ശരി. ഇയാളെന്താ പെട്ടെന്ന് നമ്മുടെ പക്ഷത്തേക്ക് ഒരു മാറ്റം? ഇയാൾ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ചിലര് അങ്ങനെയാ വിഷ്ണുവേട്ടാ. ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത ഉണ്ടാവും. താൻ നിൽക്കുന്ന പക്ഷത്തിന് വേണ്ടി മരിക്കാൻ വരെ ചിലപ്പോൾ തയ്യാറായെന്നിരിക്കും. അത് അവർക്കൊരു ഹരവാ. അവരുടെ ജീവിതം തന്നെ അതായിരിക്കും. അതാണോ ന്യായത്തിന്റെയും സത്യത്തിന്റെയും പക്ഷമെന്നൊന്നും അവർക്കറിയണ്ട. ജോലി വിട്ടുകഴിഞ്ഞ പിന്നെ ഒരു ഉടുപ്പ് ഊരിക്കളയുന്ന ലാഘവത്തോടെ അവരതങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്യും. ആ, നിങ്ങളോട് നിൽക്കേ, ഞാൻ പോയി കോർട്ട് ഓർഡർ വാങ്ങിച്ചിട്ട് വരാം. ആ, ഇവിടെ ആ വിലങ്ങ് അണിയിച്ചേക്കും. എടി, ജയിലിൽ വരെ എത്തിക്കുന്നത് വരെ നിന്റെ ചുമതല എന്റെ തലയില. നീയാണ് ഇപ്പൊ എന്തും ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥയിലുവാ മോളെ. ഇപ്പൊ ചിറ്റപ്പന് ഈ പണി മാത്രമേ ഉള്ളൂ. റിസ്ക് എടുക്കാൻ വയ്യ മോളെ. എൻ്റെ അമ്മ ഇപ്പോ സ്വർഗത്തിൽ നീ കാഴ്ച കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അച്ഛനോട് പറഞ്ഞില്ലല്ലോ ഈ സന്തോഷ വാർത്ത. വിളിക്ക്. ആ, ശരി മോളെ. ഭാമേ, ഭാമേ, ഭാമേ. സാർ, ചായ. ആ, പൊന്നു, നീ ആ ചായ അവിടെ വെച്ചിട്ടേ അകത്ത് കുറച്ച് മധുരം എടുത്തോണ്ടോ. മധുരമോ? പഞ്ചസാര ആയാലും മതി. കുറച്ച് മധുരം വേണം. പോയിട്ടോ. എന്താ രാഘവേട്ട? അല്ല, നീ ഉറങ്ങുമായിരുന്നു? വല്ലാത്തൊരു ക്ഷീണം തോന്നിയൊന്ന് മയങ്ങിപ്പോയി. ഈ സമയത്തൊക്കെ എങ്ങനെയാ ഭാമ ഉറങ്ങാൻ പറ്റുന്നേ? അതും കോടതിയിൽ വാദം നടക്കുമ്പോ. കോടതിയല്ലേ രാഘവേട്ട, വാദവും പ്രതിവാദവും ഒക്കെ ആയിട്ട് വിധി കുറെ വർഷങ്ങൾ നീളും. സാർ, പഞ്ചസാര. അതിൽ കുറച്ചെടുത്തേ ഭാമയ്ക്ക് കൊടുത്തേ. എന്താ രാഘവേട്ട ഇത്? കളി വിട്. നീ അല്പം മധുരം കഴിച്ചാലേ എനിക്ക് എന്നോട് സംസാരിക്കാനുള്ളൂ ഭാമേ. രാഘവേട്ട, അത് ഭാമേ പറയുന്നത് അനുസരിക്കണം ഭാമേ. പൊന്നി, താ. ഇനി എന്താന്ന് പറ. വർഷങ്ങളൊന്നും നീണ്ടില്ല ഭാമേ. വിധി വന്നു. എന്നിട്ട് 6 വർഷത്തെ കഠിന തടവ് ആ കാളസർപ്പത്തിന്.
വിധി പകർപ്പ് കിട്ടി. പോവാം. ആ ചിറ്റപ്പ, ചിറ്റപ്പൻ എന്നെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ തിടുക്കമല്ലേ? അല്ല മോളെ, നിന്നെ കൊണ്ട് ജയിലിലാക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? മനസ്സിലാവുന്നുണ്ട് ചിറ്റപ്പ, എല്ലാരും ചുമതല തീർക്കുക. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? കോടതിയിൽ എത്തുന്നവരെ നിനക്ക് വേണ്ടി കൈയും മൈയും മറന്ന് എന്ത് ലയിച്ചിട്ടപ്പൻ? ഇതിനപ്പുറം എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? എടി, കോടതിയെ തടവിന് ശിക്ഷിച്ചിട്ട് ജയിലിലേക്ക് അയക്കാതെ ഇവിടെ അമ്പലം കെട്ടി പ്രതിഷ്ഠിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ചിറ്റപ്പൻ കൂടുതൽ വിശദീകരണത്തിനൊന്നും നിൽക്കണ്ട, എല്ലാം ഞാൻ മനസ്സിൽ കുറിച്ചു വെക്കുന്നുണ്ട്. നീ എന്താന്ന് വെച്ചാ കുറിച്ചു പോയി. എന്റെ സബോർഡിനേറ്റ്സിന് മുമ്പിൽ വെച്ചാ നീ എന്നെ ചിറ്റപ്പ കൊച്ചപ്പാന്നൊക്കെ വിളിച്ച് തോളിലോട്ട് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. അമ്മയും അച്ഛനും ഒന്നും ഇല്ല ഇപ്പൊ സപ്പോർട്ടിന്, അറിയാലോ, ഞാനേ ഉള്ളൂ. അതോർത്ത് മര്യാദയ്ക്ക് തോന്നി നടക്കാങ്ങോട്ട്. എന്താടാ? ഇതെന്റെ ഭാര്യ സാറേ. വിനോദയാത്ര പോകുന്നതിന് മുമ്പ് ഒരാശംസ പറയാന്ന് കരുതി. ആണോ വരുന്നടാ? ചന്ദ്രബോസേ, എന്താ ഇവിടെ? അല്ല മേഡം, ഇവൻ കോടതിക്ക് മുന്നിൽ കയ്യാങ്കളിയൊന്നും വേണ്ട. പുണ്യവതിയൊന്നും അല്ലല്ലോ താൻ ജയിലിലേക്ക് എഴുന്നള്ളിച്ചോണ്ട് പോകുന്നത്. അവന് പറയാനുള്ള പറയട്ടെ. ചന്ദ്രബോസിന് ഇപ്പൊ പലരെയും തല്ലാനും കൊല്ലാനും ഒക്കെ കൈ ധരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ എട്ടായിട്ട് മടക്കി അങ്ങ് വെച്ചാ മതി. കോടതി ഇപ്പൊ കണ്ട CCTV ഫുട്ടേജ് എവിടുന്ന് കിട്ടിയെന്ന് ജഡ്ജിയുടെ ചേംബറിലുള്ള കൂടിക്കാഴ്ചയിൽ ഞാനോ അർജുനോ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ചന്ദ്രബോസിന്റെ ദേഹത്തിപ്പോ ഈ യൂണിഫോം ഉണ്ടാവില്ലായിരുന്നു. ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതി ഞങ്ങളങ്ങ് വിട്ടതാ. അതുകൊണ്ട് ചിറ്റപ്പൻ ചമഞ്ഞ് കൂടുതൽ നിഗളിക്കാൻ നിൽക്കണ്ട. പക്ഷെ എന്തൊക്കെ വിട്ടാലും നമ്മൾ തമ്മിൽ മറ്റൊരു വിഷയത്തിൽ വിശദമായ കൂടിക്കാഴ്ച വേണ്ടിവരും ചന്ദ്രബോസെ. കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ കെട്ടിയിറക്കപ്പെടുന്ന കേന്ദ്ര സർവീസിലെ ഏമാന്മാരെ കുറിച്ച്. എടോ, താനടക്കമുള്ള പോലീസുകാരുടെ ദേഹത്ത് കൈവച്ചുമായി ബന്ധപ്പെട്ട കേസിൽ വക്കാലത്ത് പറയാനാ അവരിപ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതാണോ ഈ കേരള പോലീസ് സർവീസും കേന്ദ്ര സർവീസ് എന്ന് നമ്മുടെ തലയ്ക്ക് മേലെ കെട്ടിയിറക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. രോഹിത്തെ, ഭാര്യയ്ക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു വിട്. ജയിലിലൊക്കെ ചെന്ന് കാണാൻ വലിയ പാടാ. മൃഗശാലയിലെ പോലെ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും. കമ്പി വിലക്കകത്തൊക്കെ കാണാൻ പറ്റും. ആക്രമണോത്സുകയായ വന്യമൃഗമല്ലേ. ഇത് നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ച ആവട്ടെ എന്നാ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഒരിക്കൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന മുഖമാണ് ഈ മുഖം. ഇപ്പം ഞാൻ ഏറ്റവും വെറുക്കുന്നതും നിന്നെ തന്നെയാ. ആ ജയിലിൽ തന്നെ ആവട്ടെ നിന്റെ അവസാനവും. ഈ ജയിലെന്നൊക്കെ പറയുന്നത് കാണാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ലേ. മൃഗശാലയിലെ പോലെ ടിക്കറ്റൊക്കെ എടുത്ത് കാണണ്ടേ. അപ്പൊ എനിക്ക് പറയാനുള്ളതും കൂടി പറയാമല്ലോ അല്ലേ? നീ പറഞ്ഞോ സുസ്മിതേ, ഒരുപക്ഷെ ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിലോ? അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. സുസ്മിതയ്ക്ക് ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ എനിക്കിതൊരു പാഠോ. ചെയ്തതൊക്കെ തിരുത്തി നിങ്ങളൊക്കെ ഉപദേശിക്കും പോലെ ആശ്രമ ജീവിതത്തിലേക്ക് പോകാനല്ല. ചെയ്തതൊക്കെ ഒരു പുനർവിചാരണ ചെയ്യണം. എവിടെയാണ് പിഴച്ചതെന്ന് മനസ്സിലാക്കണം.
എന്നിട്ട് അതൊക്കെ തിരുത്തി കൂടുതൽ കൃത്യമായി മർമ്മത്ത് തന്നെ അടിക്കണം. സുസ്മിത റീലോഡഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സുസ്മിത തിരിച്ചു വരും. എന്നെ ജയിലിലാക്കാൻ വേണ്ടി കുറച്ച് വിയർപ്പൊഴുക്കിയതല്ലേ? നിന്റെ മുഖത്തെ ഈ പരിഹാസവും വിജയവും ചേർന്നുള്ള ഈ ചിരി പെട്ടെന്ന് മായും. ഓ, നെഞ്ചു പൊട്ടി കരയേണ്ടി വരും. ഒന്ന് പോടി. ഇപ്പോഴും ഞാൻ ഖേദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അന്നൊരിടി കൂടുതൽ ഇടിച്ചാൽ മതിയായിരുന്നു. ആ സാരല്ല, ഇനി നീ ജീവിക്കുന്നതും ചത്തതിന് തുല്യമായിരിക്കും. വിഷ്ണുവേട്ടാ, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ. ശാലിനി, ജയിച്ചു അല്ലേ? പിന്നല്ലാതെ. ആ സുസ്മിതേ, പിന്നെ ഞാൻ അന്ന് തന്ന ₹1 നാണയമില്ലേ നിന്റെ വഴിച്ചെലവിന്? അതെ, അതങ്ങ് കളഞ്ഞേക്കേ. കാരണം എന്തായാലും ഇനി നിനക്കതിന്റെ ആവശ്യം വരില്ലല്ലോ. അല്ല, വേറെങ്ങോട്ടും പോകാനില്ലല്ലോ. പോവാൻ ചിറ്റപ്പാ. നീ കേറ്. ചിറ്റപ്പാ, എന്താ മോളെ? വേറെന്ത് ഞാൻ സഹിക്കും, പക്ഷെ ശാലിനി, അവളാ എന്റെ ജീവിതം മുഴുവൻ തകർത്തത്. അവളുടെ മുഖത്തെ വിജയോന്മാദത്തിലുള്ള ചിരിയുണ്ടല്ലോ, അത് മാത്രം എനിക്ക് താങ്ങാനാവില്ല. ചിറ്റപ്പൻ എന്താ വേണ്ടേ? മോള് പറ. അവളുടെ മുഖത്തെ ചിരി എന്നേക്കുമായി അണയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളു ചിറ്റപ്പാ, ശാരദാമ്മ. ആ, അത് ചിറ്റപ്പൻ ഏറ്റു മോളെ. മോള് വണ്ടി കയറ്, ഇവിടെ അകത്തോട്ട് കയറ്റി. അർജുനേട്ടാ, അവളെന്താ പറഞ്ഞിട്ട് പോയത്? നെഞ്ചുപൊട്ടി കരയുന്നൊക്കെ. തോറ്റതിന്റെ ജാളിത മറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ പ്രീതി? ശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളിൽ നിന്ന് ഇതുപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. സുസ്മിത അങ്ങനെയൊന്നും വെറുതെ പറയില്ലല്ലോ. ഒടുവിൽ സത്യം ജയിച്ചു ഭാമേ.
ഈ ലോകം അത്രയൊന്നും ഇരുളടഞ്ഞല്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്നതേ. ഭാമേ, നീ എങ്ങോട്ടാ? ഓ, ഡ്രോയിലെ പിസ്റ്റൾ എടുക്കാനാവും. അവസാന വിധി തീർപ്പ് നിന്റേതായിരിക്കുമെന്നാണല്ലോ നീ വീമ്പിളക്കിയിരുന്നത്. അതൊന്നും നടക്കില്ല ഭാമേ. ലോകം സത്യഭാമയ്ക്ക് ചുറ്റും അല്ല കറങ്ങുന്നതെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. ഈ വീടിന്റെ വരാൻ ഒരു കസേരയിട്ടിരുന്നാ നിനക്ക് മുമ്പിൽ കൈവണങ്ങി കുഞ്ഞു നിൽക്കുന്ന നല്ല ലോകം. അതിനുമപ്പുറം ഒരു ലോകവും നീതിന്യായവും ഉണ്ട്. ഇവിടെ ഏത് ശിക്ഷാ നിയമത്തിന്റെ പേരിലാണ് നീ നീതി നിർവഹണം നടത്തുന്നതെന്ന് അമീർ അബ്ദുള്ള ചോദിച്ചപ്പോ എന്താ ഭാമേ നീ മറുപടി പറയാറുള്ളത്? പറയാൻ നിനക്കൊരു മറുപടി ഇല്ലായിരുന്നു. നിന്റെ മനസാക്ഷി, നിനക്ക് അപ്പോൾ തോന്നുന്ന ശരിതെറ്റുകൾ അമീർ പറഞ്ഞ ശരിയല്ലേ ഭാമേ? ആ മനസാക്ഷി നിന്നെ ചതിച്ചു. അതിന്റെ തെളിവാ പോലീസ് ജീപ്പിൽ ഇപ്പോ കാരാഗൃഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സുസ്മിത. എന്താടി ഒന്നും മിണ്ടായിരിക്കുന്നേ? ഞാൻ മലേഷ്യ സിംഗപ്പൂർ ടൂറിന് പോയല്ലോ ചിറ്റപ്പ. ചിറ്റപ്പൻ എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കുന്നതിനിടെ പാക്കേജിലുള്ള സുഖസൗകര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒരു കുളിർമേലങ്ങ് ഇരുന്നു പോയതാ. എടി, കോടതി വിധിയല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ ചിറ്റപ്പന്റെ ആവശ്യമുണ്ടോ? എന്നെ ജയിലിൽ കൊണ്ടുപോയി ആക്കാൻ ഏതെങ്കിലും എസ് ഐ വിട്ടാ പോരായിരുന്നോ? ചിറ്റപ്പൻ തന്നെയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് എനിക്ക് വേറെ ആരുമില്ല, ചിറ്റപ്പനെ ഉള്ളൂന്ന്. എന്നിട്ടാണോ ഇങ്ങനെ? എടി, നീ വെപ്രാളപ്പെടാതെ നമുക്ക് വേണ്ടത് ചെയ്യാം. എന്ത് ചെയ്യാന്ന്? എടി, നമുക്ക് വേണ്ടപ്പെട്ട ആളാ ആ വനിതാ ജയിൽ സൂപ്രണ്ട് ലിഡിയ പോൾ. മുമ്പ് അവരുടെ അനിയൻ ഒരു പെണ്ണുകാസി പെട്ടപ്പോ ഞാനാ രക്ഷിച്ചത്. ആ നന്ദി സ്നേഹമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. ഞങ്ങൾ തമ്മി ഇടയ്ക്കിടെ വിളി സംസാരമൊക്കെ ഉള്ളതാ. കൊല്ലത്ത് പട്ടാഴി അവരുടെ സ്വദേശം. അവർ ലീവിലാണെങ്കിൽ ഞാൻ അതുവഴി പോകുമ്പോൾ ഊട് കഴിപ്പിച്ചിട്ട് എന്നെ വിടും. ഓ, അപ്പൊ നല്ല അടുപ്പമാണല്ലേ? നീ ഇങ്ങനെ കുത്തിച്ചകഞ്ച് ചിന്തിക്കാൻ നിൽക്കണ്ട. നിനക്കിപ്പോ നിന്റെ കാര്യം നടന്നാ പോരെ? മതി. ആ, ഞാനിപ്പോ ആര് പറഞ്ഞാലും കേൾക്കണമല്ലോ. സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. ആ, അപ്പോഴേ നീ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. എടീ, ലിഡിയയുടെ സാമ്രാജ്യം അത്. അവളെ അവിടുത്തെ ചക്രവർത്തിനി. അവിടെ നിനക്കൊരു കുറവും വരാതെ അവര് നോക്കിക്കൊള്ളു. ഭാമേ, കുറ്റം ചെയ്തയാളിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാ ഒരു സാധാരണ പൗരന് ചെയ്യാൻ സാധിക്കുന്നതേ. നമ്മളത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അവൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ. പക്ഷേ കുറ്റവാളികൾ ജയിലിനുള്ളിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്നുള്ള വിചാരത്തിലും സമാധാനത്തിലുമാ നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ജയിലിന്റെ പടി വരെ നമ്മുടെ കണ്ണും കാതൊക്കെ എത്തും. ആ കോട്ടമതിനുള്ളിൽ വേറൊരു ലോകമാണ്. അവിടെ അതിനുള്ളിൽ നീതി നടപ്പാക്കപ്പെടുന്നുണ്ടെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഭാമേ. കാശുള്ളവന് കള്ളും കഞ്ചാവുമായുള്ള സുഖജീവിതത്തെക്കുറിച്ച് കേട്ടില്ലേ നീ? മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കം പലതും ഉപയോഗിക്കാം. പിന്നെ എവിടെ ആ ശിക്ഷ? അത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് സത്യത്തിൽ ജയിലെന്ന് പറയുന്നത് ഒരു രക്ഷാസങ്കേതമാണ്. മുറിവേറ്റ ആളുകളുടെ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഉണ്ടാകാനിടയുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള കോട്ട മാത്രം. ആ കോട്ടയ്ക്കുള്ളിൽ കുറ്റവാളികൾ ശിക്ഷ അനുഭവിക്കുന്നുള്ള സമാധാനത്തിൽ അവരങ്ങ് അടങ്ങിക്കോളും. കുറേ വർഷം കഴിഞ്ഞ് കുറ്റവാളികൾ പുറത്തിറങ്ങുമ്പോഴേക്കും
ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് അടങ്ങുമല്ലോ. രാഘവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? പണ്ട് നമ്മള് നിന്നെ ഞാൻ ജയിലിൽ ഗോതമ്പുണ്ട് തെറ്റിക്കുന്നൊക്കെ വെല്ലുവിളിക്കുമായിരുന്നല്ലോ. അതൊന്നും ഇല്ലിപ്പോ. നല്ല സുഖ ഭക്ഷണമാ ജയിലില്. രാവിലെ ഉപ്പുമാവും പഴവും ചപ്പാത്തിയും. അത് കഴിച്ചുള്ള ബോറടി അങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഞായറാഴ്ചകളിൽ ഇഡ്ഡലിയോ ദോശയോ, 3 ദിവസം ഉച്ചയ്ക്ക് ഫിഷ് കറി മീൽസും, ഒരു ദിവസം മട്ടൻ കറി, അത്താഴത്തിനും വയറ് നിറച്ച് ചോറ്, ഒരു ദിവസം എല്ലാത്തിനും ഒപ്പം കപ്പ പുഴുക്കും. എന്താ പോരെ? ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് പീഡിപ്പിച്ച് കൊന്നവനും, അച്ഛനമ്മമാർക്കൊപ്പം ഉറങ്ങി കിടന്ന 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്നു കുഴിച്ചിട്ടവനും, അച്ഛനമ്മമാരുടെ മുമ്പിലിട്ട് മക്കളെ വെട്ടി നുറുക്കിയവനും ഒക്കെ വണക്കക്കൊല്ലു പോലിരിക്കും ജയിലിലോട്ട് പോകുമ്പോഴേ. തിരിച്ചിറങ്ങുമ്പോ നല്ല തക്കാളി പോലെ തുടുത്ത് ചോരമുഖത്ത് ഇങ്ങനെ തൊട്ടെടുക്കാം. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കണ്ണും കാതുമെത്താത്ത ജയിലിൽ അവൾക്ക് എന്തെല്ലാം ചെയ്തുകൂടാ. പ്രത്യേകിച്ചും CA ചന്ദ്രബോസിനെ പോലുള്ളവരുടെ തണലുള്ളപ്പോ.